കനകൂലു സിദ്ധാന്തത്തിൻ്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ മികച്ച രീതിയിൽ നേട്ടമുണ്ടാക്കിയിട്ടുള്ള മേഖലകളെല്ലാം കടന്നാക്രമിക്കുക എന്ന നിലപാടാണ് UDF പ്രത്യേകിച്ച് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. വിവിധ രീതിയിലുള്ള അപവാദ പ്രചരണങ്ങൾ നടത്തുകയും അതൊരു പൊതുവായ കാഴ്ചപ്പാടായി ജനങ്ങളുടെ മുമ്പിൽ പൊതുബോധമാക്കി മാറ്റാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ് അവർ ചെയ്തത്. ഇതിൻ്റെ ഭാഗമായി ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ കേരളം വലിയ നേട്ടമുണ്ടാക്കിയിട്ടുള്ള മേഖലകളിൽ അവക്കെതിരായി വമ്പിച്ച പ്രചാരവേലകളാണ് UDFും ചില മാധ്യമങ്ങളും ഇപ്പോൾ അണിനിരന്നിട്ടുള്ളത്. അഖിലേന്ത്യാടിസ്ഥാനത്തിലും ഐക്യരാഷ്ട്ര സംഘടന പോലും നമുക്ക് ഈ മേഖലയിലുള്ള പ്രവർത്തനത്തിന് 21 അവാർഡുകളാണ് നേടാൻ സാധിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ പുരസ്കാരം നേടിയിട്ടുള്ളത് തുടർച്ചയായി കേരളത്തിനാണ് എന്ന് നമ്മൾ ഓർക്കണം. ഇത് ലഭിക്കുന്നതിന് ഇടയാക്കിയത് ഈ രംഗത്തെ ശക്തമായ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ്. ചെലവഴിച്ച തുകയെ സംബന്ധിച്ച് താരതമ്യം ചെയ്താൽ 2011-2012 UDFിൻ്റെ കാലത്ത് 139 കോടിയാണ് ചെലവഴിച്ചിട്ടുള്ളത്. 2015-16 ആകുമ്പോഴേക്കത് 114 കോടിയായി ചുരുങ്ങുകയാണ് ചെയ്തത്. ഓരോ കൊല്ലവും ചുരുങ്ങി 2014-2015 121 കോടിയായി, 2015-2016 114 കോടിയായി ചുരുങ്ങി. ആകെ 663.49 കോടി രൂപയാണ് UDF കാലത്ത് ഈ മേഖലയ്ക്ക് വേണ്ടി ചെലവഴിച്ചത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഈ 4 വർഷം 2021-2022 1424.46 കോടിയാണ് ചെലവഴിച്ചത്. അതിപ്പോൾ 2024-25 1498 കോടിയായി. എന്ന് പറഞ്ഞാൽ 5 വർഷം കൊണ്ട് 6700.84 കോടി രൂപ സംസ്ഥാന സർക്കാർ ഈ മേഖലയ്ക്ക് വേണ്ടി, ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി ചെലവഴിച്ചു.